ഈ വീഡിയോ ഇന്ത്യയിൽ നടക്കുന്ന വിഷയങ്ങൾ, അതേപോലെ ഈസ്റ്റ് ഏഷ്യ, പാകിസ്ഥാൻ, കുറച്ച് ശകലം യൂറോപ്പ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വീഡിയോ പോകുന്നത്. അപ്പോൾ അതിനകത്ത് മ്യാൻമറിൽ നമ്മൾ ഓപ്പറേഷൻ ബ്രഹ്മ എന്ന് പറഞ്ഞ് അവിടുത്തെ എർത്ത് ക്വേക്കിന് സഹായിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഷട്ടിൽ ഫ്ലൈറ്റ് അതിലേക്ക് കടന്നു പോകുന്ന സമയത്ത് ഇന്ത്യ സൈബർ അറ്റാക്കിനെ എൻകൗണ്ടർ ചെയ്തു എന്നാണ് വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇത് അത്തോറൈസ്ഡ് ആയിട്ടുള്ള, ഇത് ആധികാരികമായിട്ട് ഡിഫൻസ് മേഖലയിൽ തന്നെ വരുന്ന കൺഫർമേഷനാണ്. മ്യാൻമർ മേഖലയിൽ ഏറ്റവും കൂടുതൽ ചൈന ഒരു മാസീവ് ആയിട്ടുള്ള ഒരു 5000 കിലോമീറ്റർ റേഞ്ച് ഉള്ള ഒരു റഡാർ സിസ്റ്റം അവിടെ കൊണ്ട് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ ഇന്ത്യൻ ഓഷൻ മുഴുവനായിട്ട് കവർ ചെയ്യുക എന്നുള്ളതാണ്. 5000 കിലോമീറ്റർ റേഞ്ച് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ആ രീതിയിലുള്ള ഒരു റഡാർ സിസ്റ്റമാണ് ചൈന അവിടെ കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിലുപരിയായിട്ട് ചൈനയ്ക്കുള്ളിലായിക്കോട്ടെ, അതേപോലെ തന്നെ മ്യാൻമർ, തായ്ലാന്റ് ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ഈ ഒരു സൈബർ ക്രൈമുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഇതിനു മുമ്പ് തന്നെ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ഈ ചൈനീസ് ബന്ധമുള്ള സൈബർ അറ്റാക്ക് നടത്തുന്ന കമ്പനികൾ തന്നെ അവിടെ പ്രവർത്തിക്കുന്നതായിട്ടാണ് വാർത്തകൾ. അമേരിക്കയിലെ FBI ഉൾപ്പെടെ ഈ കേസുകൾ റെക്കോർഡഡ് ആണ്. അതായത് അമേരിക്കയിലുള്ള ആൾക്കാരെ വരെ ഫോൺ വിളിച്ച് ചോർത്തുകയും ഇതേപോലെ ഡിജിറ്റൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയും അവരുടെ ബാങ്കിലുള്ള പൈസകൾ മൊത്തം ലൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന പരിപാടികൾ മൊത്തം ഈ ഒരു സൈബർ അറ്റാക്ക് ടീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മേഖലയിൽ പ്രത്യേകിച്ചും ചൈനക്കാരാണ് ഈ പരിപാടി ചെയ്യുന്നത്. ചൈനയാണ് ഈ ഒരു സൈബർ അറ്റാക്കിൽ ഏറ്റവും കൂടുതലായിട്ട് മുൻപന്തിയിൽ നിൽക്കുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു വാർത്ത നമുക്ക് കൂട്ടിച്ചേർക്കാം. ഇന്ത്യൻ ഫ്ലൈറ്റ് അതിലെ കടന്നു പോകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അറിഞ്ഞിട്ടുണ്ട്. കാരണം 24 മണിക്കൂറിൽ, അതായത് എർത്ത് ക്വേക്ക് സംഭവിച്ച് 24 മണിക്കൂറിൽ ഇന്ത്യ ഏതാണ്ട് 16-17 ട്രിപ്പാണ് ഷട്ടിൽ നടത്തിയത്. അതേപോലെ തന്നെ മ്യാൻമറിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് പല ഫ്ലൈറ്റുകൾ വരുന്നതിൽ അവർ ഇന്ത്യൻ ഫ്ലൈറ്റിനെയും ടാർഗറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. എർത്ത് ക്വേക്ക് അല്ല, ഏത് തരത്തിലുള്ള നാച്ചുറൽ ഡിസാസ്റ്റർ സംഭവിച്ചാൽ തന്നെയും ചൈനയ്ക്ക് അതൊരു വിഷയമേ അല്ല എന്നുള്ളതാണ്. അവർ ഏത് സാഹചര്യത്തെയും അവർ യൂട്ടിലൈസ് ചെയ്യാനും അവരുടെ രാജ്യത്തിന് അല്ലെങ്കിൽ അവർക്ക് എന്ത് നേട്ടം ഉണ്ടാക്കുമോ ആ രീതിയിൽ ശ്രമിക്കുക എന്നുള്ളതും ആ രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ളതും ചൈനയുടെ പാരമ്പര്യമായിട്ടുള്ള ബുദ്ധിയാണ്. അത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. എനിവേ, ഇന്ത്യൻ ഫ്ലൈറ്റുകൾക്ക് അങ്ങനെ കാര്യമായ രീതിയിലുള്ള തകരാറുകളൊന്നും അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള സോഫ്റ്റ്വെയർ അറ്റാക്കുകളൊന്നും തന്നെ അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു വിഷയം ഇന്ത്യൻ ഫ്ലൈറ്റ്സ് എൻകൗണ്ടർ ചെയ്തു എന്നുള്ളതാണ് വാർത്ത. ജർമ്മനിയിൽ വരാൻ പോകുന്ന ജർമ്മനിയുടെ ചാൻസലർ ഫെഡറിക് മേഴ്സ് പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യ ഞങ്ങളുടെ വരാൻ പോകുന്ന ഈ ഒരു ഗവൺമെന്റിൽ നിർണായക പങ്കാളിത്തം വഹിക്കും. എന്തിനാണ്? ട്രേഡ്, ഡിഫൻസ്, ഈ രണ്ട് മേഖലകളിലും ഇന്ത്യക്ക് വളരെ നിർണായകമായിട്ടുള്ള പങ്കാളിത്തം കൊടുക്കുന്നതായിരിക്കും എന്നാണ് ജർമ്മനിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു റെസ്പോൺസ്. ജർമ്മനിയുടെ ടീം ഇവിടെ ഇന്ത്യ മൊത്തത്തിൽ വിസിറ്റ് ചെയ്ത് യൂറോപ്യൻ യൂണിയൻ കമ്മീഷണർ ആയിട്ടുള്ള ഉർസുല വാണ്ടർലൈൻ എന്ന് പറഞ്ഞ ആ ഒരു ലേഡി കഴിഞ്ഞ മാസം ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും യൂറോപ്യൻ യൂണിയനിൽ മൊത്തത്തിൽ ഇന്ത്യക്ക് ഒരു വെൽക്കമിംഗ് ഉണ്ട്. ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് ഇന്ത്യയുടെ ലാൻഡ് അതിനുവേണ്ടി ഒരുക്കണം. ഒരുപാട് മാനുഫാക്ചറിങ് യൂണിറ്റുകളും ഒരുപാട് സ്കിൽഡ് എഡ്യൂക്കേഷൻസും കൊടുക്കേണ്ടതുണ്ട്. ആ രീതിയിൽ കൊടുത്ത് ഇനി വരുന്ന 5-10 വർഷങ്ങളിൽ നമ്മളുടെ രാജ്യം ഒരു ബിഗസ്റ്റ് മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് മാറ്റാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവണം എന്നുള്ളതാണ്. അതുണ്ടായാൽ മാത്രമേ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വെൽക്കമിംഗ് ഉണ്ടല്ലോ, യൂറോപ്പിലായിക്കോട്ടെ പല രാജ്യങ്ങളിൽ നിന്നും കിട്ടുന്ന ആ ഒരു വെൽക്കമിംഗ് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയും. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഇന്ത്യ ഓസ്ട്രേലിയ ബന്ധം അതിശക്തമായ രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെക്കാളും ഈ ഒരു 5 വർഷം നമ്മൾ 33% ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് ഓസ്ട്രേലിയയുമായിട്ടുള്ള ട്രേഡിൽ. അതിലുപരിയായിട്ട് നമ്മൾ 66% ഓസ്ട്രേലിയയുമായിട്ട് നമ്മൾ നടത്തുന്ന ട്രേഡ്. അപ്പൊ ഈ ഒരു ട്രേഡിൽ നമ്മൾ പറയാനുള്ളത്, ശരിക്കും ഓസ്ട്രേലിയയിൽ നിന്ന് നമ്മൾ റെയർ എർത്ത് മിനറൽ ഉൾപ്പെടെ ചൈനയെ റീപ്ലേസ് ചെയ്യാൻ പാകത്തിലുള്ള ചില റെയർ എർത്ത് മിനറൽസ് ഒക്കെ നമ്മൾ ഓസ്ട്രേലിയയെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഓസ്ട്രേലിയ ഇന്ത്യക്കുള്ളിൽ കുറച്ച് എഡ്യൂക്കേഷൻ സിസ്റ്റം അതിശക്തമായ രീതിയിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതായത് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സ്കൂൾ തലത്തിലല്ല, അതായത് ട്രെയിനിങ് ഓറിയന്റഡ് ആയിട്ട്, റിസർച്ച് ആൻഡ് അനാലിസിസ് സൈഡിൽ ട്രെയിനിങ് ഓറിയന്റഡ് ആയിട്ട് പല രീതിയിലുള്ള ട്രെയിനിങ് കോഴ്സുകളും ഓസ്ട്രേലിയൻ അക്രഡിറ്റേഷനോട് കൂടിയുള്ള സ്ഥാപനങ്ങൾ ഇന്ത്യക്കുള്ളിൽ പ്രവർത്തിക്കുന്നു. അതാണ് അതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. അതേപോലെ ഓസ്ട്രേലിയക്ക് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഉണ്ടായിട്ടുണ്ട്. അവർക്കും അവരുടെ ട്രേഡ് ഇന്ത്യയുമായിട്ട് 20% കഴിഞ്ഞ 5 വർഷത്തിനേക്കാളും ഈ ഒരു 5 വർഷം അവർ 20% ട്രേഡ് അവർ ഉയർത്തി കൊണ്ടുവന്നിട്ടുണ്ട്. 20% അധികം പ്രോഡക്റ്റ് അവർ അങ്ങോട്ട് ഇറക്കുമതി ചെയ്തിരിക്കുകയാണ്. ടെക്സ്റ്റൈൽ ഉൾപ്പെടെ, ടെക്സ്റ്റൈൽസ്, ലെതർ, അതേപോലെ ചില മാനുഫാക്ചറിങ് കമ്പനികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് 20% താരതമ്യേന അവർ ട്രേഡ് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയുമായിട്ട്. ഇന്ത്യക്കുള്ളിൽ കഴിഞ്ഞ 2 മാസം കൊണ്ട് തന്നെ ട്രംപിന്റെ ഈ ഒരു താരിഫിന്റെ ഒരു അനൗൺസ്മെന്റ് വന്ന ദിവസം തൊട്ട് തന്നെ ഇന്ത്യക്കുള്ളിൽ നല്ല രീതിയിലുള്ള ഈ ഫോറിൻ മിനിസ്റ്റേഴ്സിന്റെ ഒക്കെ വിസിറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പൊ അത് നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ തൊട്ടടുത്ത് പാകിസ്ഥാൻ ഇതിനെ അസൂയയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. കാര്യം ഇത് നമ്മളങ്ങനെ ഓപ്പൺ ആയിട്ട് വെറുതെ പറയുന്നതല്ല. അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ
യൂറോപ്യൻ മാർക്കറ്റിലൊക്കെ ഇപ്പൊ നല്ല രീതിയിലുള്ള ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഷഹബാസ് ഷെരീഫും നവാസ് ഷെരീഫും കൂടി രണ്ടുപേരും, അതായത് നവാബ് ഷെരീഫ് പുള്ളി യു കെയിൽ തന്നെയാണ് താമസം. കാരണം പാകിസ്ഥാന്റെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ചെറിയ കേസിലൊക്കെ പിടിച്ച് ജയിലിൽ കൊണ്ടിടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇമ്രാൻഖാൻ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നവാബ് ഷെരീഫ് ശരിക്കും പറഞ്ഞാൽ തോറ്റിട്ട് യു കെയിൽ പോയി സെറ്റിൽ ആവുന്നത്. കാരണം യു കെയിൽ അല്ലാതെ പുള്ളിക്ക് വേറൊരു നിവർത്തിയില്ല എന്നുള്ളതാണ്. യു കെയിൽ പാകിസ്ഥാന്റെ പൈസയൊക്കെ കൊണ്ടിട്ട് ലക്ഷറി ആയിട്ട് തന്നെയാണ് ജീവിക്കുന്നത്, അതിൽ യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഷഹബാസ് ഷെരീഫ് എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും നവാബ് ഷെരീഫ് കൂടെ പോകും. കാരണം ചില പഴയ പരിചയം പുതുക്കാൻ വേണ്ടിയിട്ട് പഴയ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ പരിചയപ്പെടുത്താമല്ലോ അനിയന്. രണ്ടുപേരും ചേട്ടനും അനിയനുമാണ്. അപ്പൊ അങ്ങനെ ബെലാറസിലേക്കാണ് ഇവർ വിസിറ്റ് ചെയ്തത്. ബെലാറസിലേക്ക് വിസിറ്റ് ചെയ്തിട്ട് അവിടെ ഇപ്പൊ ബെലാറസിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇപ്പം യൂറോപ്പ് മേഖലയിൽ തന്നെ നല്ല എംപ്ലോയ്മെന്റ് ഷോർട്ടേജ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറയപ്പെടുന്നെങ്കിലും പറയത്തക്ക രീതിയിൽ അവിടെ എംപ്ലോയ്മെന്റ് ഇല്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. എംപ്ലോയ്മെന്റ് ഉണ്ടായിട്ട് വേണ്ടേ എംപ്ലോയിന്റെ ഷോർട്ടേജ്. അപ്പൊ ഇവർ നിർബന്ധിച്ച് അങ്ങോട്ട് കാല് പിടിച്ചിട്ട് എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് കുറച്ച് ജോലിയൊക്കെ തരണം. ഈ പൈസയ്ക്കുള്ള വകുപ്പൊന്നുമില്ല, കാരണം യൂറോപ്പ് തന്നെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് ബെലാറസ് ഇപ്പം പറഞ്ഞിരിക്കുന്നത് 1,50,000 എംപ്ലോയീസിനെ അക്കോമഡേറ്റ് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഘട്ടം ഘട്ടമായിട്ട് 1,50,000 പാകിസ്ഥാനികൾക്ക് ബെലാറസ് ജോലി കൊടുക്കാമെന്ന് വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിനകത്ത് ഗ്രേറ്റ് എക്സാമ്പിൾ ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഗ്രീസ് ആണ്. ഗ്രീസ് പോലത്തെ രാജ്യങ്ങൾ, അതേപോലെ UK പോലത്തെ രാജ്യങ്ങൾ, ഇവരൊക്കെ ഈ പാകിസ്ഥാനികളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഒന്നാമത് ഈ തമ്പാക്ക് ചവച്ച് കണ്ട സ്ഥലങ്ങളിലൊക്കെ തുപ്പി വെക്കാന്നുള്ളത്. രണ്ടാമത് ഇവര് ഈ പാകിസ്ഥാനികളാകുമ്പോഴത്തേക്കും ഇവർ ഏറ്റവും കൂടുതൽ ഒരു പാലസ്തീനെ അനുകൂലിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവര് പാലസ്തീന്റെ പടമാണ് വരയ്ക്കുന്നത്. ഇവര് ഫുള്ള് സ്പ്രേ പെയിന്റിംഗ് ആണ്. സ്പ്രേ പെയിന്റിങ്ങിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും വരയ്ക്കുക എന്നുള്ളതാണ്. ഗ്രീസിന്റെ തലസ്ഥാനത്തൊക്കെ ഇവര് ഈ ഒരു പഞ്ചാബ് മാതൃകയിൽ, അതായത് ഈ ഒരു പഞ്ചാബികൾ, ഈ പാകിസ്ഥാനിലാണല്ലോ പഞ്ചാബിന്റെ ഏറ്റവും വലിയ പോർഷൻ ഉള്ളത്. ഈ പഞ്ചാബികൾ ശരിക്കും ഈ ഗ്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രീറ്റ്, ഈ പാകിസ്ഥാനിൽ ജീവിക്കുന്ന സ്ട്രീറ്റ്, കാരണം ഇവരുടെ റെസ്റ്റോറന്റിന്റെ പേരുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ റെസ്റ്റോറന്റ് ആണോ എന്ന് സംശയം തോന്നിപ്പോകും. ആ രീതിയിലാണ് കാര്യം. ഈ പഞ്ചാബി റെസ്റ്റോറന്റ് ആ ഒരു ശൈലിയിൽ ഇന്ത്യൻ പേരുകൾ ഇട്ടുകൊണ്ട് ഇന്ത്യ, പാകിസ്ഥാൻ ഫുഡ്, ചൈനീസ് ഫുഡ് എന്നൊക്കെ പേരിട്ടുകൊണ്ട് ഇവർ പരമാവധി ഇന്ത്യൻ നെയിമിലുള്ള റെസ്റ്റോറന്റുകളാണ് നടത്തുന്നത്. പക്ഷെ ഇവരെല്ലാം പാകിസ്ഥാനികളാണ്. ഇവർ ഈ ഗ്രീസ് മേഖലയിൽ മൊത്തം ഇവരെ നശിപ്പിച്ച് നാരായണക്കൽ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഗ്രീസില് പല തെരുവുകളും ഇവര് പടം വരച്ച് കുളവാക്കി വെച്ചിരിക്കുകയാണ്. അതിൽ പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ പടം വരച്ചിട്ട് ആ കൊടിയുടെ പടമൊക്കെ വരച്ചിട്ട് അതിനെ ഒന്ന് റെഡ് കൊണ്ട് ക്രോസ് ചെയ്യുക, അല്ലെങ്കിൽ ബ്ലാക്ക് കൊണ്ട് ക്രോസ് ചെയ്യുക, പല അബ്യൂസീവ് ആയിട്ടുള്ള വേർഡുകൾ എഴുതി പിടിപ്പിക്കുക, ഇതൊക്കെ തന്നെയാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിനൊക്കെ ഗ്രീസ് ഗവൺമെന്റോ അല്ലെങ്കിൽ UK ഗവൺമെന്റിനോ ഇതിനെയൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ ഇവരുടെ പോപ്പുലേഷൻ, ഇവരൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ കുന്നുകുന്നായിട്ടും കൂടുകയാണ്. ഒരാൾ പോയി കഴിഞ്ഞാൽ പിന്നെ ആ വഴി കണ്ടെത്തി കഴിഞ്ഞാൽ ഇവര് ചവർ പോലെ കത്തയച്ച് ഇങ്ങനെ ആൾക്കാരെ വരുത്തുകയാണ്. ആ വാട്സപ്പ് മെസ്സേജ് ആണല്ലോ ഇപ്പം, ജസ്റ്റ് മെസ്സേജ് അയക്കുക, ഇത് ഇങ്ങനെയാണ് കയറി വരേണ്ടത്, പോരെ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുത്തുകയാണ്. അങ്ങനെ കൂട്ടമായിട്ട് ആൾക്കാർ പോയി താമസിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഇതാണ് ശരിക്കുള്ള അവസ്ഥ. ഇനിയിപ്പോ ബെലാറസിൽ ഈ ഒരു അവസ്ഥ കാണാൻ കഴിയും. വളരെ വൈകാതെ തന്നെ ബെലാറസ് ഒരു ചെറിയ പാകിസ്ഥാൻ, ഒരു മിനി പാകിസ്ഥാനായിട്ടും ബംഗ്ലാദേശ് ആയിട്ടൊക്കെ മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും 1,50,000 പേർക്ക് ജോലി കിട്ടി, പട്ടിണിയെങ്കിലും മാറി കിട്ടട്ടെ, അതേ നമുക്ക് പറയാനുള്ളൂ. റഷ്യ ഉക്രൈന്റെ ഉള്ളിൽ ഒരു മാസീവ് അറ്റാക്ക് ആണ് നടത്തിയത്. ഈ അറ്റാക്ക് വേറെ എവിടെയല്ല, ഒരു വെയർ ഹൗസ് ആണ് അറ്റാക്ക് ചെയ്തത്. അതൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി വെയർ ഹൗസ്. അതാണ് ഇതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ ഇതിനെക്കുറിച്ച് ഉക്രൈന്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ഒരു മോക്കിംഗ് കാർട്ടൂണൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ ഒരു വെയർ ഹൗസ് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ വെയർ ഹൗസ് ആണ്. അതാണ് ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അവർ പറഞ്ഞത് റഷ്യ സ്പെഷ്യൽ ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റ് എന്നാണ് ഈ ഒരു ടാഗ് ലൈൻ കൊടുത്ത് മോക്കിംഗ് ചെയ്യുന്നത്. ഇന്ത്യയും റഷ്യയാണ് മോക്കിംഗ് ചെയ്യുന്നത്. കാരണം റഷ്യ അവരുടെ ഉറ്റ സുഹൃത്തായിട്ടുള്ള ഇന്ത്യയുടെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് അറ്റാക്ക് ചെയ്തത് എന്ന തരത്തിലാണ് ഈ ഒരു മോക്കിംഗ് നടക്കുന്നത്. മനസ്സിലായല്ലോ, ഇതാണ് സംഭവം. കീവ് നഗരത്തിൽ കുസും എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിലാണ് ഈ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ശരിക്കും ഇതിനകത്ത് പറയാനുള്ളത് കീവ് വരെ റഷ്യ ഇറങ്ങി അടിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കീവ് എന്ന് പറഞ്ഞാൽ ഉക്രൈന്റെ തലസ്ഥാനമാണ്. ഉക്രൈന്റെ തലസ്ഥാനത്തിലേക്കാണ് റഷ്യ ഇപ്പം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മോക്കിംഗ് ഒക്കെ ഒരു സൈഡിൽ ഉണ്ടെങ്കിലും ഉക്രൈന്റെ അവസ്ഥയും കൂടെ നമ്മൾ ഇവിടെ മറക്കാതെ മനസ്സിലാക്കി പോകേണ്ടതാണ്. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ ഇറ്റാലിയൻ മിനിസ്റ്റേഴ്സിന്റെ ടീമിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവര് ഈ ഒരു മീറ്റിംഗിൽ ഏറ്റവും പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ട്രേഡ്, ഇൻവെസ്റ്റ്മെന്റ്, മാരിടൈം സെക്യൂരിറ്റി, അതേപോലെ തന്നെ ഐമാക് കോറിഡോറിന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്, ഐമാക് കോറിഡോർ ഇറ്റലിയുമായിട്ട് കണക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. ഇന്ത്യ ഏറ്റവും കൂടുതൽ ഈ ഒരു ട്രേഡ് എക്സ്പാൻഷൻ തന്നെയാണ് ഫോക്കസ് പോയിന്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യക്കുള്ളിൽ പല വിദഗ്ധരുടെയും അഭിപ്രായം വരുന്നത് അമേരിക്കയുമായിട്ട് ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ആയാൽ എന്താ, അല്ല ചില നിർണായകമായിട്ട് പ്രോഡക്റ്റുകൾ, ഇപ്പം ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇപ്പൊ എല്ലാ പ്രോഡക്ട്സും അതിനകത്ത് ഹൈ എൻഡഡ് വാല്യൂ ഉള്ള പ്രോഡക്റ്റ് ഒക്കെ ഇപ്പൊ അതിനകത്ത് ഉൾപ്പെടുത്തണമെന്നില്ല. പക്ഷെ അതിലുപരിയായിട്ടുള്ള മറ്റുള്ള ഇതര സാധനങ്ങളുണ്ടല്ലോ, ചെറുകിട സാധനങ്ങളൊക്കെ ഉണ്ട്. ഇലക്ട്രിക് വെഹിക്കിള് അതൊക്കെ ഉൾപ്പെടുത്തണമെന്നില്ല.
പക്ഷേ സാധാരണ ഡേ ടു ഡേ ഉപയോഗത്തിനുള്ള സാധനങ്ങൾ ഒരുപാടുണ്ട്, നിത്യോപയോഗ സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ ഒരു ഫ്രീ ട്രേഡിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ രണ്ടു കൂട്ടർക്കും ഗുണം ചെയ്യുന്നതാണ് പൊതുവിലുള്ള അഭിപ്രായം. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുറെ സാധനങ്ങൾ ഈ ഒരു താരിഫിൽ നിന്ന്, ഇപ്പൊ ഇന്ത്യക്കെതിരെ 26% താരിഫ് എന്ന് പറഞ്ഞാൽ തന്നെയും നമ്മൾ കുറെ സാധനങ്ങളൊക്കെ അതിൽ നിന്ന് മാറ്റി ഈ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റിലൂടെ കൊള്ളിച്ചു കഴിഞ്ഞാൽ അതിൽ കുറച്ച് ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം കുറെ സാധനങ്ങൾ നമുക്ക് അതിനകത്ത് ഒഴിവായി കിട്ടും. അത് ഫ്രീ ട്രേഡ് എഗ്രിമെന്റിലൂടെ അതങ്ങ് കഴിച്ചിലായി കിട്ടും. അപ്പൊ അതുകൊണ്ട് അതിന്റെ മുകളിൽ താരിഫ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ആ രീതിയിലുള്ള ശ്രമങ്ങളൊക്കെ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതും കൂടെ നമ്മൾ ഇതിനകത്ത് പറഞ്ഞു പോകേണ്ടതുണ്ട്. കാരണം താരിഫ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു സമയത്ത് ഡിസ്കസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. പിന്നെ ഫ്രീ ട്രേഡ് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രോഡക്റ്റ് അമേരിക്കയിൽ എത്തുമ്പോൾ നല്ല പ്രൈസിന് തന്നെയായിരിക്കും അവിടെ വിൽക്കുക. 1 കിലോ പരിപ്പിന് $1, $2, $3 ഉള്ളിൽ വിറ്റാൽ തന്നെയും ലാഭം തന്നെയാണ്. താരിഫുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും വിഷയങ്ങൾ ഉണ്ടാവേണ്ടതില്ല. പല പ്രോഡക്റ്റും നമ്മൾ സാധാരണ താരിഫ് വെച്ചാലും വെച്ചില്ലെങ്കിലും നമ്മൾ സാധാരണ അയച്ചാൽ തന്നെ നമുക്ക് ലാഭം കിട്ടുന്ന പ്രോഡക്റ്റുകളായിരിക്കേ. നമ്മൾ അതിനെ എന്തിനാണ് ഇപ്പം ഒരു ടാക്സിന്റെ പേരിൽ, എൻറ്റയർ ടാക്സിന്റെ പേരിൽ ഇതൊക്കെ കൊള്ളിച്ചുകൊണ്ട് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു ഫ്രീ ട്രേഡിലേക്ക് പോയി കഴിഞ്ഞാൽ അമേരിക്ക അവിടെ നിന്ന് അവരുടെ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് എന്തോ ആയിക്കോട്ടെ അവരിങ്ങോട്ട് അയച്ചോട്ടെ, തീർച്ചയായിട്ടും അത് ഇവിടെ എക്സ്പെൻസീവ് തന്നെയായിരിക്കും. അപ്പൊ എന്തായാലും ഇവിടെ സാധനം എങ്ങനെ വിറ്റ് പോകുന്നോ അതിനനുസരിച്ച് മാത്രമല്ലേ ആ ഇറക്കുമതി ഉണ്ടാവുള്ളൂ. നമുക്ക് ഫ്രീ ട്രേഡ് എഗ്രിമെന്റിലൂടെ ഈ ഒരു താരിഫ് ഒഴിവായി കിട്ടുകയും ചെയ്യും. ആ രീതിയിൽ ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. ഇന്ത്യ ആ രീതിയിലാണ് ചിന്തിക്കുന്നത്. പിന്നെ ബാക്കി വരുന്ന പ്രോഡക്റ്റുകളൊക്കെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ടോക്കിലൂടെ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഈ രീതിയിലാണ് ഇന്ത്യ ചിന്തിക്കുന്നത്. ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയല്ലോ ഇന്ത്യ എന്താണ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഇന്ത്യയുടെ ഒരു പ്രൊപ്പോസൽ പ്ലാൻ. പിന്നെ അമേരിക്കയിൽ നിന്നും നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ മൈക്ക് വാട്സ്, അതേപോലെ തന്നെ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ്, ഇവർ രണ്ടുപേരും തന്നെ ഇന്ത്യ വിസിറ്റ് ചെയ്യാണ്. ഈ മാസത്തിൽ തന്നെ വിസിറ്റ് ചെയ്യും, ഏപ്രിലിൽ. ഡേറ്റ് പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും വിതിൻ ഏപ്രിൽ തീരുന്നതിന് മുമ്പ് തന്നെ അവർ വിസിറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ചൈന ഒരു പുതിയ ആന്റി ഡ്രോൺ ബാരൽ, ഒരു മിസൈൽ സിസ്റ്റം തന്നെയാണ്. അതായത് ഈ ഒരു സ്വാം ഡ്രോണിനെയൊക്കെ അടിച്ചു വീഴ്ത്താൻ പറ്റുന്ന രീതിയിൽ ഏതാണ്ട് 16 ബാരൽ ഗൺ ടൈപ്പിലുള്ള ഒരു ആന്റി ഡ്രോൺ ബാരൽ സിസ്റ്റമാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ അതായത് സ്വാൻ ഡ്രോണിനെയൊക്കെ വളരെ എളുപ്പത്തിൽ അടിച്ചിടാൻ പറ്റും എന്നാണ് അവർ പറയുന്നത്. അതിനുള്ള ഡെമോൺസ്ട്രേഷൻ ഒക്കെ ചെയ്ത് അവർ ഈ പ്രോഡക്റ്റ് ആധികാരികമായിട്ട് ഇനോഗ്രേറ്റ് ചെയ്തതായിട്ടാണ് അറിയിച്ചിരിക്കുന്നത്. ഈ സ്വാം ഡ്രോണിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ കൂടെ ചെയ്യേണ്ടതുണ്ട്. കാരണം ഇനി ഒരു 5-10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്വാം ഡ്രോണിൽ വലിയ രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് ഉണ്ടാകാൻ വേണ്ടിയിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിഷയം ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. കാരണം അത് ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വിഷയമുണ്ട് അതിനകത്ത്. കാരണം ഇനി വരാൻ പോകുന്ന അപ്കമിങ് ഫ്യൂവൽ ആയിട്ടുള്ള ഹൈഡ്രജൻ ഫ്യൂവലുമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്വാൻ ഡ്രോണുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വേറൊരു വിഷയം, ഞാനിപ്പോൾ ആ വിഷയം എടുക്കാത്തത് കാരണം അത് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഫ്യൂച്ചറിസ്റ്റിക് ആണ് ആ ഒരു വിഷയം. ചിലപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ ഫ്രഷ് ആയിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും അത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിടാം. കാരണം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അത് വളരെ ഉപകാരപ്രദമാവും. ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ സാഹിൽ റീജിയനിൽ കിടക്കുന്ന ആ ഒരു രാജ്യങ്ങളായിട്ടുള്ള ബുർക്കിനോ ഫാസോ, മാലി, നൈജർ, ഈ രാജ്യങ്ങളിൽ മാലി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അൾജീരിയയിൽ നിന്നും അവരുടെ എംബസി പിൻവലിച്ചിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം അതിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് ഏറ്റവും കൂടുതൽ അൾജീരിയയിൽ ഉണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം ഈ എംബസി പിൻവലിച്ചത്. അങ്ങനെ എംബസി പിൻവലിച്ച രാജ്യങ്ങൾക്കെതിരെ അൾജീരിയ ഒരു നടപടി എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് മാലി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഫ്ലൈറ്റ് റൂട്ട് അൾജീരിയയുടെ മേളിൽ കൂടെ മാലിയുടെയോ ബുർക്കിനോ ഫാസോയുടെയൊക്കെ ഫ്ലൈറ്റുകൾ പറക്കാൻ പാടില്ല എന്ന് ഒരു നിയമം അൾജീരിയ പാസ്സാക്കിയിരുന്നു. അതിനെ തുടർന്ന് ഇപ്പം അൾജീരിയ ചെയ്തിരിക്കുന്ന അടുത്തൊരു വിഷയം എന്ന് പറഞ്ഞാൽ 12 ഫ്രാൻസ് എംബസി ഉദ്യോഗസ്ഥരെ പുറത്താക്കിക്കൊണ്ടുള്ള നടപടിയുമായിട്ടാണ് ഇന്ന് അൾജീരിയ പുറത്തു വന്നിരിക്കുന്നത്. വെസ്റ്റിന് കിട്ടുന്ന തിരിച്ചടി, ആഫ്രിക്കൻ റീജിയനിൽ നിന്നും വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് കിട്ടുന്ന തിരിച്ചടി ചെറുതല്ല. ഫ്രാൻസിലെ ഇമ്മാനുവൽ മാക്രോന്റെ ആ ഒരു ആഫ്രിക്കൻ രാജ്യങ്ങളോടുള്ള ആ ഒരു നടപടി, അവരെ കോളനൈസ് ചെയ്യുന്ന ആ ഒരു സ്വഭാവം, അതിനൊക്കെ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന തിരിച്ചടിയായിട്ടാണ് ഇതിനെയൊക്കെ കരുതാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും യൂറോപ്യൻ രാജ്യങ്ങൾ ഈ ഒരു ആഫ്രിക്കൻ റീജിയൻ ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ റെയർ എർത്ത് മിനറൽ ആയിക്കോട്ടെ, അതേപോലത്തെ യുറേനിയം ആയിക്കോട്ടെ, അതേപോലെ ഗോൾഡ് മൈനിങ് ആയിക്കോട്ടെ, ഇതിലെല്ലാം തന്നെ അവരുടെ എനർജി സെക്ടറിൽ വലിയ തോതിലുള്ള വീഴ്ച നേരിടാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഒരു സൈഡിൽ റഷ്യയുടെ ഭാഗത്തുള്ള റഷ്യ-ഉക്രൈൻ യുദ്ധം കൊണ്ട് എനർജി ഓൾറെഡി തന്നെ ഡിമിനിഷ്ഡ് ആണ്, അവർക്ക് സപ്ലൈ ഇല്ല. ഇനിയിപ്പോ ഇതാ ആഫ്രിക്കൻ റീജിയങ്ങളിൽ നിന്നും ഓരോ രാജ്യങ്ങളായിട്ട് ഇങ്ങനെ പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴത്തേക്കും യൂറോപ്പ് വരും മാസങ്ങളിൽ അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ വലിയ തോതിലുള്ള എനർജി പ്രതിസന്ധിയിലേക്ക് പോകും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.